വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ ലെയ്ത്തിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെയ്ത്ത്, ഡോഗ്, മാൻഡ്രൽസ് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇത് പാർട്ട് 2. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെസ്റ്റ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പീസ്, ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന വർക്ക് പീസ് ലോങ് ആൻഡ് സ്ലെൻഡർ, വലിയ നീളമുള്ള റോഡ് ആണെങ്കിൽ നമ്മൾ സെന്ററിൽ ഇടയിൽ അല്ലെങ്കിൽ ചക്കിലും ഇതൊക്കെ വെച്ച് നമുക്ക് ലെയ്ത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ലോങ് ആയിട്ടുള്ള വർക്ക് പീസ്, നീളമുള്ള വർക്ക് പീസിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അതായത് നീളമുള്ള ഒരു സിലിണ്ടറിക്കൽ റോഡോ അതാണ് നമ്മൾ മെഷീൻ ചെയ്യണമെങ്കിൽ ആലോചിച്ചാൽ മതി. രണ്ട് സെന്ററിൽക്കിടയിൽ അല്ലെങ്കിൽ ചക്കിലും ടെയിൽ സ്റ്റോക്കിലും നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ തന്നെ വെയിറ്റ് കൊണ്ട് ബെൻഡ് ചെയ്യാനോ സാഗ് ചെയ്യാനോ ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കട്ടിംഗ് ഫോർ വൈബ്രേഷൻസും അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻആക്യുറസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വർക്ക് പീസിന്റെ ആ സാഗിങ് അല്ലെങ്കിൽ ബെൻഡിങ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. അതിനെ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി ഫിക്സ് ചെയ്യുന്നതാണ്. രണ്ട് ടൈപ്പ് റെസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റഡി റെസ്റ്റ്, രണ്ടാമത്തത് ഫോളോവർ റെസ്റ്റ്. സ്റ്റഡി റെസ്റ്റ് used to support long slender work and prevent it from springing while being machined between centers or when machining end of workpiece held in check. Basically റെസ്റ്റിന്റെ ഉപയോഗം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് വെക്കുന്നത്? ഇത് ലെയ്ത്ത് ബെഡിലാണ് ഇത് ഫാസ്റ്റൻ ചെയ്യാം. നമുക്ക് ആദ്യം അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് സ്റ്റഡി റെസ്റ്റ്. ഓക്കെ, ഇത് എൻഡിലോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫിഗറിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ടെയിൽ സ്റ്റോക്കിൽ ഉള്ള പോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗൈഡ് വേസിലൂടെ അല്ലെങ്കിൽ ആ സ്ലൈഡ് വേസിലൂടെ ഇതിനെ നീക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണോ വേണ്ടത് നമ്മൾ അവിടെ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇത് വെച്ചിനെ ക്ലാമ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഓൺ ദ ലെയ്ത്ത് ബെഡ് വേസ് ലൈക്ക് ടെയിൽ സ്റ്റോക്കിന്റെ അതുപോലെ നീക്കാൻ പറ്റും. ആൻഡ് ക്ലാംപ്ഡ് അറ്റ് എനി ഡിസൈഡ് പൊസിഷൻ വേർ ദ വർക്ക് പീസ് നീഡ്സ് സപ്പോർട്ട്. എവിടെയാണോ നമുക്ക് സപ്പോർട്ട് വേണ്ടത് അവിടെ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെഷീനിങ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഹെഡ് സ്റ്റോക്ക് മുതൽ നമ്മൾ ആ സപ്പോർട്ട് ചെയ്തേക്കുന്ന അതുവരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീൻ ചെയ്യുന്നത്. അപ്പോൾ മെഷീനിങ് ഇസ് ഡൺ അപ്പോൺ ദ ഡിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഹെഡ് സ്റ്റോക്ക് ടു ദി പോയിന്റ് ഓഫ് സപ്പോർട്ട് ഓഫ് ദി റെസ്റ്റ്. അപ്പോൾ നമുക്ക് വർക്ക് വലുതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റും. ഒന്നോ അതിൽ കൂടുതലോ റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. വൺ ഓർ മോർ സ്റ്റഡി റെസ്റ്റ് മേ ബി യൂസ് ടു സപ്പോർട്ട് ദി ഫ്രീ എൻഡ് ഓഫ് ദി ലോങ് വർക്ക്. അപ്പോൾ വലിയ വർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി റെസ്റ്റിന്റെ എണ്ണം കൂട്ടാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫോളോവർ റെസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് ഫോളോവർ റെസ്റ്റ്. അത് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് വളരെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം 3 ക്ലാമ്പ് ഉണ്ട്. അപ്പൊ ഈ ക്ലാമ്പ് ഇത് സോഫ്റ്റ് ആയിരിക്കട്ടെ, സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ക്ലാമ്പിന് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ വർക്ക് പീസിന് എന്ത് ചെയ്യാൻ പാടില്ല, ആ വർക്ക് പീസിന് മാർക്കിങ്സോ വേറൊന്നും വിടാൻ പാടില്ല. അപ്പൊ ഇത് ചിലതിൽ ഇത് റോളർ ആയിരിക്കും. ഇവിടെ റോളർ കൊടുത്തിട്ടുണ്ട്. വേറൊന്നും അല്ല, ഇത് കറങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങണം. അപ്പൊ സപ്പോർട്ടും ചെയ്യണം, അതുപോലെ തന്നെ അതിന്റെ അകത്ത് കിടന്ന് കറങ്ങുകയും വേണം. ഓക്കെ, അപ്പൊ ഇത് 3 ജോ വരുന്നു, അല്ലെങ്കിൽ 3 ക്ലാമ്പ് വരുന്നുണ്ട്. 2 ക്ലാമ്പ്, സാധാരണ 2 ക്ലാമ്പുകൾ കാണുന്ന, പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇത് നോക്കിയാൽ ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഓപ്പണിംഗ് ഉള്ള റെസ്റ്റിനെ നമ്മൾ ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് എ സി, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സി ലൈക്ക് കാസ്റ്റിംഗ് ഹാവിംഗ് 2 adjustable jaws to support the workpiece. The rest is bolted to the back end of the carriage. During machining it supports the work and moves with the carriage. ഇങ്ങനെ അതിനൊപ്പം മൂവ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ എവിടെയാണോ വേണ്ടത് അത് നമ്മൾ മെഷീനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ സപ്പോർട്ട് ഉണ്ട്, മൂവ് ചെയ്യാം. നമുക്ക് മറ്റതുപോലെ ഒരിടത്ത് തന്നെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന്റെ ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു ഫുൾ ലെങ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കത് മെഷീൻ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഫോളോസ് ദി ടൂൾ. അപ്പൊ ടൂളിനെ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, ടു ഗീവ് കണ്ടിന്യൂസ് സപ്പോർട്ട് ടു ദി വർക്ക് ടു ബി ഏബിൾ ടു മെഷീൻ അലോങ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി വർക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 ഫോളോവർ റെസ്റ്റ് തന്നെ. ഇത് 3
ക്ലാമ്പ് വരുന്നത്, ഇത് 2 ക്ലാമ്പ് വരുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ മെഷീനിങ് ചെയ്യുന്നത് 2 ക്ലാമ്പ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലാമ്പിന്റെ അവിടെ കാണാം, ഇവിടെ വീലുണ്ട്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അടുത്തൊരു ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഫേസ് പ്ലേറ്റ്. Face plate is used to hold large, heavy and irregular shaped workpieces which cannot be conveniently held between the centers. വലുത്, ഹെവി ഉള്ളത്, ഇറഗുലർ ആയിട്ടുള്ള വർക്ക് പീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ, എന്താണ് കറക്റ്റ് നമുക്ക് സെന്ററിന്റെ അവിടെ കൺവീനിയന്റ് ആയിട്ട് എന്താണ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഫേസ് പ്ലേറ്റ്. It is a circular disc bored out and threaded to fit to the nose of the lathe spindle. അപ്പോൾ lathe spindle നമ്മൾ ചക്ക് കൊടുക്കുന്നത് പോലെ, lathe സ്പിന്നിൽ നമ്മൾ ചക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് ഫേസ് പ്ലേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ബോൾട്ട് ചെയ്യാൻ പറ്റും. Okay, it is provided with a radial plane and T-slots for holding the work by bolt and clamp. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതില് T സ്ലോട്ടുകളുണ്ട്, അല്ലാതെ ഹോളുകളുണ്ട്, അല്ലെ, വേറെ അല്ലാത്ത സ്ലോട്ടുകളുണ്ട്. അപ്പൊ ഇത് ഈ ടൈപ്പ് ആണ്. അപ്പൊ ഈ ത്രെഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിൻഡിലേക്ക് സ്പിൻഡിലേക്ക് നമ്മൾ ഈ ത്രെഡ് വെച്ച് ഇതിനെ ടൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് കറങ്ങുന്നത്, അല്ലെ, സ്പിൻഡിൽ ഡ്രൈവ് കറങ്ങുമ്പോൾ ഇത് കറങ്ങും. ഈ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ വർക്ക് പീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് പീസ് അതിന്റെ സിലിണ്ടർ അല്ല, ഇവിടെ എന്താണ്, ഒരു റെക്ടാങ്കുലർ പ്രിസമാണ്, അല്ലെ, ഒരു പ്രിസമാണ് വെച്ചേക്കുന്നത്. റെക്ടാങ്കുലർ പ്രിസം ഷേപ്പിലുള്ള ഒരു, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു സ്ക്വയർ റോഡ്, അതിന്റെ കട്ട് പീസാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റ് ആയിട്ട് എനിക്ക്. അപ്പൊ ഇതിന്റെ ഈ ഫേസ് എനിക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ ലെയ്ത്ത് ഓപ്പറേഷൻ നടത്തുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മറ്റതുപോലെ 4 ചക്കിലോ 3 ചക്കിലോ വെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ റേഡിയലും T സ്ലോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കണക്ട് ചെയ്ത് നോക്കിയേ, ഈ ഒരു സ്ലോട്ടിൽ ഒരു മെറ്റൽ പീസ് വിത്ത് ബോൾട്ട്, ഇവിടെ വേറൊരു മെറ്റൽ പീസ് വിത്ത് ബോൾട്ട്, ഇതിനെ താഴെ സപ്പോർട്ട് ചെയ്യാനും അതുപോലത്തെ ഒരു മെറ്റൽ പീസും ബോൾട്ട് മുകളിൽ കണ്ടോ. ഇതിങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തേക്കാം. 4 സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇതിനെ ഫിക്സ് ചെയ്ത് ആ ഫേസ് പ്ലേറ്റിൽ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഉള്ളിലേക്കൊന്നും കടത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ 4 ചക്കിലും 3 ചക്കിലൊക്കെ ആണെങ്കിൽ എന്താണ്, അതിന്റെ ഒരു കുറച്ച് പാർട്ട്, നമ്മുടെ ഇപ്പോൾ സിലിണ്ടറിക്കൽ റോഡ് ആണെങ്കിൽ അതിന്റെ ഒരു പാർട്ട് അകത്തേക്ക് ഉള്ളിൽ കടത്തി, ഇത് ഉള്ളിൽ കടത്തുന്നത് ആ പ്ലേറ്റിന്റെ പുറത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ഈ സ്ലോട്ടുകളിൽ വേറെ മെറ്റൽ പീസ് വെച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫിക്സ് ചെയ്തേക്കാം. ഇതാണ് ഫേസ് പ്ലേറ്റ്. ഇനി വന്നിട്ട് ആംഗിൾ പ്ലേറ്റ്. ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ കാണുന്നതാണ് ആംഗിൾ പ്ലേറ്റ്. ഇറ്റ്സ് ലൈക്ക് എ പെർപെൻഡിക്കുലർ or right angled plate with slots and holes. It is always used with the face plate. Face plate ന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹോൾഡിംഗ് ഇതാണ്, അല്ലെ, ഹോൾഡിംഗ് ഡിവൈസ് ആണ്. It is always used with the face plate for holding such parts which cannot be clamped against the vertical surface of the ഫേസ് പ്ലേറ്റ്. ചില വർക്ക് പീസുകൾ നമ്മൾ നേരത്തെ പോലെ വെർട്ടിക്കൽ സർഫസിൽ നേരത്തെ കണ്ടതുപോലെ ഈ വെർട്ടിക്കൽ സർഫസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചില എന്താണ് വർക്ക് പീസ് വരെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ആംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. Slotted holes and T-bolt slots are machined into the surfaces to enable the secure attachment by or clamping of workpieces to the plate and also of the plate to the work table. ഇവിടെ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ആംഗിൾ പ്ലേറ്റിനെ ഇവിടെ ഫിക്സ് ചെയ്തേക്കാണ്. ആംഗിൾ പ്ലേറ്റിനെ ഫിക്സ് ചെയ്ത് അവിടെ ഒരു ടേബിൾ പോലെ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഫേസ് പ്ലേറ്റിൽ എന്ത് ചെയ്യുന്നു, ആംഗിൾ പ്ലേറ്റിന് ബോൾട്ട് വെച്ച് ആ ബോൾട്ട് വെച്ച് മുടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, നമ്മൾ അതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെച്ചേക്കുന്നത്, ഈ സ്ലോട്ടുകൾ വെച്ചാണ്. അപ്പോൾ ഇതിന് ആംഗിൾ പ്ലേറ്റിനെ ഫേസ് പ്ലേറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തേക്കാണ്, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം പോലെ. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് ഇങ്ങനെയാണല്ലോ, അപ്പോൾ പ്ലാറ്റ്ഫോം പോലെ ആകുമല്ലോ, 90 ഡിഗ്രി ആയിട്ട് പ്ലാറ്റ്ഫോം പോലെ വെച്ച് അതിനെ ബോൾട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിന്റെ മുകളിൽ എനിക്ക് വർക്ക് പീസ് വെച്ചിട്ട് മുകളിൽ ഒരു സപ്പോർട്ടോ ബാക്കി സൈഡിൽ ഒരു സപ്പോർട്ടോ കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ഇനി കുറച്ച് നമുക്ക് MCQ നോക്കാം. Which of the following is an accessory for lathe? Lead screw, tail stroke, steady rest, tool post and a head stroke. Lead സ്ക്രൂ, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ്, ഹെഡ് സ്റ്റോക്ക് ഇതെല്ലാം ലെയ്ത്തിന്റെ അക്സസറി അല്ല, ലെയ്ത്തിന്റെ പാർട്സുകളാണ്, ലെയ്ത്ത് കമ്പോണന്റുകളാണ്. അക്സസറി ആയിട്ട് വരുന്നത് സ്റ്റഡി റെസ്റ്റ് ആണ്. ഓക്കെ, സോ ഹോൾഡിംഗ് ഡിവൈസ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ചക്കിംഗ് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലെയ്ത്ത്? ഡോഗ് കാരിയർ, ഫേസ് പ്ലേറ്റ്, കോളക്സ്, മാൻഡ്രൽ, ഓൾ ഓഫ് ദി
above. Answer all of the above. ഇതെല്ലാം എന്താണ് accessories തന്നെയാണ്, ഇതെല്ലാം checking device ആണ്, ഇതെല്ലാം work holding device ആണ്. അപ്പോൾ ഏത് പേരിൽ വേണോ ചോദിക്കാം. Then steady rest is used for long jobs, irregular jobs, threading jobs, large diameter jobs. So usually the steady rest is used for long jobs. Which among the following materials is used for steady rest pad? സ്റ്റഡി റെസ്റ്റ് പാഡ് എന്ന് പറയുന്നത് ചിലത് സോഫ്റ്റ് പാഡുകളായിരിക്കും, അല്ലെങ്കിൽ റോളർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ റോളർ ആയാലും സോഫ്റ്റ് പാഡ് ആണെങ്കിലും നമ്മുടെ വർക്ക് പീസിന് മാർക്കിങ്സ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, സോഫ്റ്റ് മെറ്റീരിയലാണ്. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം. നമ്മൾ ആ ഫിഗറിൽ ഒരു വേറൊരു കളറിലുള്ള ഒരു മെറ്റൽ ആണ് അതിന്റെ ടിപ്പിൽ വരുന്നത്, നമ്മുടെ എന്താണ് ക്ലാമ്പിന്റെ ആ ടിപ്പിൽ വരുന്നത് ബ്രാസ്. വേണമെങ്കിൽ നമുക്ക് ആ ഫിഗർ ഒന്നും കൂടെ നോക്കാം. നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ, സൂക്ഷിച്ച് നോക്കിയാൽ അത് ഇതെന്ത് വേറൊരു പാഡാണ് ഇവിടെ, അല്ലെ എന്താണ് അതിന്റെ നമ്മുടെ വർക്ക് പീസിന് വേറെ എന്താണ് മാർക്കിങ്സ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഡ്. ആ കളർ കണ്ടാലേ അറിയാം നമുക്ക് ഏതാണെന്ന്. അപ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രാസ്. ഓക്കെ, നെക്സ്റ്റ്. During machining operation using faceplate, the angle plate is held on the angle plate. Faceplate ilana nammal angle plate use cheyyunnathu. So during machining operation using faceplate, the angle plate is held on the faceplate ilano, carriage ilano, tailstock ilano, bed ilano. It's used in faceplate. Faceplate തന്നെയാണ് നമ്മൾ ആ സ്ലോട്ടിൽ നമ്മുടെ ആംഗിൾ പ്ലേറ്റിലെ സ്ലോട്ടിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രൂ ചെയ്തോ ക്ലാമ്പ് ചെയ്തോ വെക്കുന്നത്. എ നോർമൽ ഫോളോവർ റെസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, നോർമൽ ആയിട്ടുള്ള ഒരു ഫോളോവറിൽ 1 പാഡ് 2 പാഡ് 3 പാഡ് ഓർ 4 പാഡ്. നോർമൽ ആയിട്ടുള്ള ഫോളോവർ റെസ്റ്റ് നമ്മൾ 2 ടൈപ്പ് കണ്ടു, 3 പാഡ് ഉള്ളതും കണ്ടു, 2 പാഡ് ഉള്ളതും കണ്ടു. നോർമൽ ആയിട്ട് നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള ഫോളോവർ റെസ്റ്റിലുള്ളത് 2 പാഡാണ്. C-like structure with 2 pads. Follower rest is fixed on. Follower rest എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്? ടെയിൽ സ്റ്റോക്കിലാണോ, ബെഡിലാണോ, സാഡിലാണോ, ഹെഡ് സ്റ്റോക്കിലാണോ? ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ സാഡിൽ. ആ സാഡിൽ ആണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ആ കാരേജ് അല്ലെങ്കിൽ സാഡിൽ എന്ന് പറയില്ലേ. അപ്പോൾ ഫോളോവർ റെസ്റ്റ് സാഡിലാണ് എന്താണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സാഡിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഹാൻഡ് വീൽ വെച്ചിട്ടോ അല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ചെയ്ത് നമുക്ക് ഫോളോവർ റെസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും. Which among the following statements in respect of fixed steady rest is not correct? When setting, its 2 lower pads are made to just touch the surface of the job first. It must be trued before the pads to bear on the job. It is fixed to the carriage of the lathe. The answer is C. It's fixed to the carriage of carriage അല്ല നമ്മുടെ എന്താണ് steady rest ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റഡി റെസ്റ്റ് നമ്മുടെ എന്താണ് ഗൈഡ് വേസിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത്. സ്റ്റഡി റെസ്റ്റ് ഈസ് ഓൾസോ കോൾഡ്, സ്റ്റഡി റെസ്റ്റിന് വേറൊരു പേരും കൂടെ എന്താണ്, സ്റ്റഡി റെസ്റ്റിന്റെ വേറൊരു പേര് ഹെഡ് സ്റ്റോക്ക്, സെന്റർ റെസ്റ്റ്, മൂവിംഗ് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്. ആൻസർ ഈസ് ബി, സെന്റർ റെസ്റ്റ്. ആൻ ആംഗുലർ വർക്ക് പീസ് ഈസ് ടു ബി ഫേസ്ഡ്, ഇറ്റ് ഷുഡ് ബി മൗണ്ടഡ്. ഒരു ആംഗുലർ വർക്ക് പീസിന് നമുക്ക് അതിന് എന്താണ് ഫേസ്ഡ് നിന്ന് ഫേസിങ് ഓപ്പറേഷൻ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി മൗണ്ടഡ്. എവിടെയാണ് നമുക്കത് മൗണ്ട് ചെയ്യേണ്ടത്? ഒരു കൊളറ്റിലാണോ, 3 ജോ ചക്കിലാണോ, ഫേസ് പ്ലേറ്റിലാണോ, ബിറ്റ്വീൻ ദ സെന്റേഴ്സിലാണോ? ആംഗുലർ ടൈപ്പ് വർക്ക് പീസ് ആണ് നമുക്ക്. ആൻസർ ഈസ് ഓൺ എ ഫേസ് പ്ലേറ്റ്. കാരണം ആംഗുലർ ആയിട്ടുള്ള, അതായത് ഇറഗുലർ ഷേപ്പ് അല്ലെങ്കിൽ വേറെ ഷേപ്പിലുള്ള നമുക്ക് എന്താണ് ഡയറക്ട്ലി നമുക്ക് ചക്കിലൊന്നും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത വർക്ക് പീസസ് ആണെങ്കിൽ വി ഹാവ് ടു യൂസ് എ ഫേസ് പ്ലേറ്റ്.